Good morning. Good morning. പോടാ അംഗനവാടിയിൽ പോണം. അംഗനവാടിയില് നമസ്കാരം. ജോക്കുട്ടൻ്റെ നാച്ചുവിൻ്റെ അംഗനവാടി പ്രവേശനോത്സവമാണ്. അപ്പോൾ വളരെ സന്തോഷകരമായിട്ടുള്ള നിമിഷമാണ്. അപ്പോൾ ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് കൂടെ ബാഗൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ജൂൺ 6-ാം തീയതി 2024 ജൂൺ 6-ാം തീയതി ഇന്നാണ് അവർ ആദ്യമായിട്ട് വിദ്യാലയത്തിലേക്ക് കടന്നു ചെല്ലാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. ഭയങ്കര സന്തോഷത്തിലാണ്. മക്കളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ നമുക്ക് ആദ്യം കുറേ ബാഗ് കൊടുക്കാം. ഇതെന്ത് കൊറേ ബാഗും കഴിഞ്ഞ ആഴ്ച നടക്കേണ്ട അംഗനവാടിയുടെ പ്രവേശനോത്സവം സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴയുടെ സാഹചര്യത്തിലാണ് വീണ്ടും ജൂൺ 6-ലേക്ക് വേണ്ടി മാറ്റിയത്. വല്ലാത്തൊരു സന്തോഷത്തിൽ തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് അംഗനവാടിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു പ്രവേശനോത്സവം. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലും ത്രില്ലിലും തന്നെയാണ്. അങ്ങനെ ദൈവത്തിനോട് പ്രാർത്ഥിച്ച് ജോക്കുട്ടനും നാച്ചിയും അവരുടെ വിദ്യാഭ്യാസ ജീവിതത്തിൻ്റെ ആദ്യ ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം 300-400 മീറ്റർ മാത്രം അകലെയുള്ള ഒരു അംഗനവാടിയിലാണ് ഇവർ ചേരുന്നത്. യഥാർത്ഥ അംഗനവാടി ഇപ്പോൾ പൊളിച്ചിട്ട് പുതിയ അംഗനവാടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് തന്നെയുള്ള മറ്റൊരു വീട്ടിലാണ് ഇപ്പോൾ അംഗനവാടി പ്രവർത്തിക്കുന്നത്. പുതിയ ബാഗും പുതിയ മുത്തുക്കുടയും പോപ്പിക്കുടയൊക്കെ കിട്ടിയതുകൊണ്ടാണെന്ന് അറിയില്ല, ജോക്കുട്ടനും നാച്ചുവും ഭയങ്കര ത്രില്ലായിരുന്നു. അങ്ങനെ ജോക്കുട്ടനും നാച്ചുവും അവരുടെ അംഗൻവാടിയുടെ തൊട്ടടുത്ത് തിരികെയാണ്. അവരുടെ വിദ്യാഭ്യാസ ജീവിതത്തിൻ്റെ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് നമ്മുടെ ജോക്കുട്ടനും നാച്ചുവും അംഗൻവാടി ലൈഫിലേക്ക് എങ്ങനെ കാൽ വെച്ച് കയറാൻ പോവുകയാണ്. ചെറിയൊരു ഫംഗ്ഷൻ പോലെയാണെന്ന് ഇവിടുത്തെ ഒരു പ്രവേശനോത്സവം നടത്തുന്നത്. നമ്മുടെ വാർഡ് മെമ്പർ മനോജേട്ടൻ, അതുപോലെ ബ്ലോക്ക് മെമ്പർ രാജേഷ് ഏട്ടൻ, പിന്നെ ഇവിടുത്തെ ടീച്ചർമാർ രമണി ടീച്ചർ, നൈസി ടീച്ചറൊക്കെ ഉണ്ടാവും. ഇതാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു അംഗൻവാടി. എല്ലാരും ഇവിടെ ബോള് ആദ്യം മിഠായിയുടെ വാങ്ങിക്കോളാ. മിഠായി ഒരു ഇനി കേറിക്കോ. എല്ലാത്തിനും ഇതാണ് അവരുടെ ജീവിതത്തിലെ അവരുടെ ആദ്യത്തെ ടീച്ചർ, രമണി ടീച്ചർ, അതായത് ഈ ഒരു അംഗൻവാടിയിലെ ടീച്ചർ. അതേപോലെ തൊട്ടടുത്ത് നിൽക്കുന്ന ടീച്ചറാണ് നൈസി ടീച്ചർ, അവരുടെ ആയ. Good boy. Good boy.
ജോക്കുട്ടൻ നാച്ചു ഉൾപ്പെടെ 8 പുതിയ കുഞ്ഞുങ്ങളാണ് ഇന്ന് ഈ അംഗനവാടിയിൽ പ്രവേശനോത്സവത്തിലൂടെ അവരുടെ ജീവിതത്തിലെ വിദ്യാഭ്യാസ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത്. ശരിക്കും ജോക്കുട്ടനെ നാച്ചുവിനെ ഇന്ന് ഇവിടെ ഈ അംഗനവാടിയിൽ കൊണ്ടുവന്നാക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോഴാണ് എനിക്ക് പണ്ട് എൻ്റെ അപ്പച്ചൻ എന്നെ അവിടുത്തെ പള്ളി സ്കൂളിൽ കൊണ്ടുവന്നാക്കിയ ഒരു ഓർമ്മകളൊക്കെ നമ്മുടെ മനസ്സിനകത്തേക്ക് ഇങ്ങനെ കയറി വന്നത്. രമണി ടീച്ചറെ കണ്ടപ്പോഴാണ് നമ്മുടെ പഴയ ബെന്നി ടീച്ചറെയും നമുക്ക് ഓർമ്മ വന്നത്. കളിയും ചിരിയും ആയിട്ടാണ് നമ്മളുടെ പഠനം അല്ലേ? നമ്മള് എല്ലാവരും പാരന്റിന്റെ എല്ലാവർക്കും എഴുതണം, അതില് എഴുതാൻ പാടില്ല എന്നുള്ളത് നയം തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷെ പാരന്റിന്റെ നിർബന്ധം മൂലവും പിന്നെ കൂടുതൽ 2 വർഷം പിന്നിലെ അതിലൊന്നും നമുക്ക് വിഷയങ്ങളല്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും മക്കളെ മുടങ്ങാതെ സമയത്തിന് കൊണ്ടുവരാനായിട്ട് പഠിക്കാം. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് സ്നേഹം രാജേഷ്, നമ്മുടെ ടീച്ചറ്, അതേപോലെ തന്നെ നമ്മുടെ ചേച്ചി, അവരുടെ ആശംസകൾ നേരാണ്. ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ രാജേഷിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മലയ തൊട്ടപ്പള്ളി വാർഡ് മെമ്പറും മലയ തൊട്ടപ്പള്ളി, അതേപോലെ ടീച്ചർ, ആശാവർക്കർ, സ്നേഹം പറഞ്ഞ കുട്ടികളെ, മാതാപിതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. കാരണം ഒരുപാട് ആശാൻപട്ടമായിരുന്നു. ഈ ആശാൻപട്ടം പഠിക്കുന്ന സമയത്ത് കൈയിട്ട് ആശാൻ കയ്യിലെ തുമ്പൊന്നും ഉണ്ടായിരുന്നതാണ്. അതേപോലെ തന്നെ ഈ എഴുത്താണിക്ക് ഈ അംഗനവാടിയുടെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. അങ്ങനെ ഈ വർഷത്തെ ഇവിടുത്തെ അംഗൻവാടിയിലെ പ്രവേശനോത്സവം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ജോക്കുട്ടനും നാച്ചുവിനും ഒരുപാട് പുതിയ കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കുഞ്ഞുങ്ങളുണ്ട്. അതേപോലെ ഈ പ്രാവശ്യം പ്രവേശനോത്സവത്തിലൂടെ ഇവരുടെ കൂടെ ജോയിൻ ചെയ്ത കുറേ കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവർ അവരുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ജോക്കുട്ടനും നാച്ചുവും പുതിയ കൂട്ടുകാരുടെയും അതേപോലെ തന്നെ ഇവിടെയുള്ള കളിപ്പാട്ടങ്ങളുടെ ഇടയിലാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ പോകാൻ നേരത്തെ എന്തായിരിക്കും എന്നുള്ളൊരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു തന്നെ അറിയണം. കാരണം ഇതേവരെ ജോക്കുട്ടൻ അഞ്ചുവിനെ പിരിഞ്ഞിട്ടും അതേപോലെ തന്നെ നാച്ചു ആണെങ്കിൽ അമ്മച്ചിനെ പിരിഞ്ഞിട്ടും അധികം നാൾ ഇരുന്നിട്ടില്ല. അപ്പോൾ നമ്മളത് കണ്ടറിയണം എങ്ങനെയായിരിക്കും എന്നുള്ളത്. എന്തൊക്കെയായാലും ജോക്കുട്ടനും നാച്ചുവിനും മാത്രമല്ല, ഇന്ന് അവരുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിലേക്ക് കാലെടുത്ത് വെച്ച എല്ലാ കുഞ്ഞുങ്ങൾക്കും അവരുടെ ജീവിതത്തിലെ എല്ലാവിധ നന്മകളും നമ്മൾ ആശംസിക്കുകയാണ്.